നമ്മളോടൊപ്പം ഉള്ളത് പട്ടം SUT ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓൺകോളജിസ്റ്റ് ഡോക്ടർ അനുപ്രിയ മാഡം ആണ്. മാമിനോട് നമുക്ക് ഇന്ന് ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് സംസാരിക്കാം. അപ്പം ബ്രസ്റ്റ് ക്യാൻസർ എന്താണ്, എങ്ങനെയാണ് കാണപ്പെടുന്നത്, അതിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണ്, ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മാമിനോട് തന്നെ ചോദിച്ചറിയാം. വെൽക്കം മാം. മാം, എന്താണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ മീൻസ് എങ്ങനെ നമുക്ക് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് പല രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. പൊതുവേ അത് വയസ്സായ സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒരു അസുഖമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ മാറി കുറച്ചുകൂടി യങ്ങർ ആയിട്ടുള്ള പേഷ്യൻസിനെ കാണാറുണ്ട്. അപ്പോൾ മോസ്റ്റ് കോമൺലി കാണുന്ന രോഗലക്ഷണം എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന തടിപ്പ്. പൊതുവേ അത് വേദന ഇല്ലാത്ത രീതിയിലുള്ള തടിപ്പായിട്ടായിരിക്കും പ്രത്യക്ഷപ്പെടുന്നത്. അത് റാൻഡംലി നമ്മൾ എന്തെങ്കിലും കാരണവശാൽ അത് കണ്ടുപിടിക്കുന്നതാവാം. ചില പേഷ്യൻസിന് നമുക്കത് പല രീതിയിലുള്ള നിപ്പിൾ ഡിസ്ചാർജോ അല്ലെങ്കിൽ നിപ്പിൾ ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ അത് വെള്ളം പോലുള്ള ഡിസ്ചാർജ് ആവാം, ചിലപ്പോൾ അത് ബ്ലഡ് സ്റ്റെയിൻഡ് ഡിസ്ചാർജ് ആവാം, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടും പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ചിലർക്ക് ബ്രസ്റ്റിൽ ചിലപ്പോൾ ഒരു ട്യൂമർ ഉണ്ടാകണമെന്നില്ല, ചിലപ്പോൾ കക്ഷത്തിലെ കഴകളായിട്ടോ അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള രോഗലക്ഷണങ്ങളൊക്കെ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അതൊരു റെയർ പ്രസൻറ്റേഷനാണ്. മോസ്റ്റ് കോമൺലി കാണുന്നത് ബ്രസ്റ്റിൽ ട്യൂമറായിട്ട് തന്നെ ആയിരിക്കും. ഇത് നമുക്ക് ഇന്ന ഏജ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇപ്പം നമ്മൾ പറയുമല്ലോ സ്വന്തമായിട്ടൊന്ന് എക്സാമിൻ ചെയ്ത് നോക്കാം. അതെ, അത് ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് പ്രോഗ്രാംസ് എന്ന് പറയും. അത് സ്ക്രീനിങ് പ്രോഗ്രാംസ് നമുക്ക് രണ്ട് രീതിയിലുണ്ട്. അതായത് ജനിതകപരമായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യതയുള്ള ഒരു ഗ്രൂപ്പും അതുപോലെ തന്നെ കോമൺലി നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ കുറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പിനുള്ള സ്ക്രീനിങ്. കോമൺലി നമ്മൾ അഡ്വൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, കോമൺ ഗ്രൂപ്പിൽ അഡ്വൈസ് ചെയ്യുന്നത് വെച്ചാൽ 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ എല്ലാ വർഷവും സ്ക്രീനിങ് മാമോഗ്രാം എന്നുള്ളത് അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു സ്ക്രീനിങ് മെത്തേഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അല്ലാത്ത പക്ഷം അതായത് ഹൈ റിസ്ക് പേഷ്യൻസ് അല്ലെങ്കിൽ ജെനറ്റിക്കലി നമുക്ക് അസുഖം വരാൻ സാധ്യതയുള്ളവർക്ക് നമുക്ക് കുറച്ചുകൂടി ഏർലി ഒരു 25 ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് തന്നെ ബ്രസ്റ്റിൻ്റെ MRI സ്കാൻസോ അല്ലെങ്കിൽ അത് കഴിയുമ്പോഴത്തേക്കും മാമോഗ്രാം, പിന്നെ അതിൻ്റെ കൂടെ തന്നെ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്നുള്ള കാര്യം കൂടി ചെയ്യുക. സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ റിസ്ക് ബേസിസ് അല്ല, എല്ലാവർക്കും അഡ്വൈസബിൾ ആണ്. അത് പൊതുവേ നമുക്ക് പീരീഡ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു മിഡ് സൈക്കിൾ കഴിഞ്ഞിട്ടുള്ള ആ ഒരു റേഞ്ചിൽ മന്ത്ലി അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്ത് സ്വന്തമായിട്ട് ബ്രസ്റ്റ് എക്സാമിൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. നമുക്ക് ഈ ബ്രസ്റ്റ് ക്യാൻസർ വരും നമ്മൾ പറയുന്നുണ്ട് കുറേ സ്റ്റേജസ് ഉണ്ട്. അതെ, ബ്രസ്റ്റ് ക്യാൻസറിന് എല്ലാ സോളിഡ് ട്യൂമേഴ്സിനും നമുക്ക് സ്റ്റേജസ് ഉണ്ട്. ബ്രസ്റ്റ് ക്യാൻസറിന് സ്റ്റേജ് ഉണ്ട്. നമുക്ക് പൊതുവേ നമ്മൾ ഫോളോ ചെയ്യുന്നത് TNM സ്റ്റേജിങ് എന്ന് വെച്ചാൽ ബ്രസ്റ്റ് ട്യൂമറിൻ്റെ സൈസ്, പിന്നെ അതുപോലെ അതിന് ചുറ്റുമുള്ള കഴല, അതായത് ഓരോ ഓർഗനും അല്ലെങ്കിൽ അവയവത്തിനും അതിനെ ഡ്രെയിൻ ചെയ്യുന്ന കഴലകളുണ്ടാവും. അതിനെയാണ് നമ്മൾ റീജിയണൽ ലിംഫ് നോഡ്സ് എന്ന് പറയുന്നത്. അതും ഈ സ്റ്റേജിങ്ങിൻ്റെ ഉൾപ്പെടെ വരുന്നതാണ്. അപ്പോൾ നമുക്കൊരു ട്യൂമർ നമ്മുടെ ബ്രസ്റ്റിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഏകദേശം ഒരു സ്റ്റേജ് 1 ആയിരിക്കും. സ്റ്റേജ് 2 എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മുടെ അതിന് ചുറ്റുമുള്ള കഴല, ബ്രസ്റ്റിനെ സംബന്ധിച്ച് അത് കക്ഷത്തിലുള്ള കഴലകളായിരിക്കും. അങ്ങോട്ടത്തേക്ക് സ്പ്രെഡിങ് ഉണ്ടെങ്കിൽ ഈ കക്ഷത്തിലോട്ട് സ്പ്രെഡ് ചെയ്തേക്കുന്ന കഴലകളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് 2ഓ 3ഓ ഒക്കെ ആയി മാറാനുള്ള സാധ്യതയുണ്ട്. സ്റ്റേജ് 4 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അത് ഈ ബ്രസ്റ്റും അതിൻ്റെ ചുറ്റുമുള്ള കഴലകളും അല്ലാതെ വേറെ എവിടെയെങ്കിലും സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ശ്വാസകോശത്തിലോട്ടോ ബോൺസിലോട്ടോ ലിവറിലോട്ടോ ഒക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ അഡ്വാൻസ് സ്റ്റേജ് അല്ലെങ്കിൽ സ്റ്റേജ് 4 എന്നായിരിക്കും പറയുന്നത്. ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെറിഡിറ്റി ആയിട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണോ? ഉണ്ട്. നമുക്ക് ഒരു 100 കേസ് റിപ്പോർട്ട് ചെയ്താൽ ഏകദേശം ഒരു 5% താഴെ ആൾക്കാർക്ക് ഹെറിഡിറ്ററി ആയിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അത് കോമൺലി കാണുന്നത് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ജീൻ, BRCA ജീൻ എന്ന് പറയും, അതിൻ്റെ മ്യൂട്ടേഷൻ കൊണ്ടാണ് കൂടുതലായിട്ടും അങ്ങനെ ഹെറിഡിറ്ററി ആയിട്ട് വരാനുള്ള സാധ്യത കാണുന്നത്. വേറെ കുറച്ച് ജീൻസും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്, എന്നാലും അത് ഏകദേശം 1 മുതൽ 2% താഴെ മാത്രമേ അങ്ങനെ ജനിതകപരമായിട്ട് വരാനുള്ള സാധ്യത ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ പറയും കീമോതെറാപ്പി ചെയ്യണം, അങ്ങനത്തെ കുറേ കണ്ടീഷൻസും കാര്യങ്ങളും. അപ്പോൾ തെറാപ്പീസ് അങ്ങനെ ഏത് സ്റ്റേജിലാണ് നമ്മൾ ഈ ഒരു കീമോ ഒക്കെ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യേണ്ടത്? നമുക്ക് ഒരു ബ്രസ്റ്റിലൊരു ട്യൂമറോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് വന്നു കഴിഞ്ഞാൽ പേഷ്യൻസിനെ ആദ്യം നമ്മൾ ബയോപ്സി എടുപ്പിക്കും. ബയോപ്സി എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് അസുഖം സ്ഥിരീകരിക്കുക എന്നുള്ളതാണ്. പിന്നീട് ഈ ബയോപ്സി എടുക്കുന്ന സാമ്പിളിൽ മെയിനായിട്ട് നമുക്ക് ഈ ബ്രസ്റ്റിൽ കൂടുതലും ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് മാർക്കേഴ്സ് ഉണ്ട്. ഈസ്ട്രോജൻ റിസപ്റ്റേഴ്സ്, പ്രൊജസ്ട്രോൺ റിസപ്റ്റേഴ്സ്, പിന്നെ ഒരു HER2 റിസപ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു റിസപ്റ്റർ ഉണ്ട്. അത് ആക്ച്വലി ഒരു ഗ്രോത്തിനെ കൂട്ടുന്ന രീതിയിലുള്ളൊരു റിസപ്റ്ററാണ്. അതിൻ്റെ എന്തെങ്കിലും ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിനെ ഏകദേശം ഒരു 3-4 തരത്തിലുള്ള സബ്സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് കുറച്ച് ചില ട്യൂമേഴ്സ് അല്ലെങ്കിൽ ചില തരത്തിലുള്ള, അതായത് വളരെ വളർച്ചാ നിരക്ക് കുറവിലുള്ള ട്യൂമർ ആണെന്നുണ്ടെങ്കിൽ, ഏർലി സ്റ്റേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സബ്സെറ്റ് ഓഫ് പേഷ്യൻസിന് നമുക്ക് കീമോതെറാപ്പി അവോയ്ഡ് ചെയ്യാൻ പറ്റും. അവർക്ക് നമുക്ക് ബാക്കിയുള്ള ചികിത്സകൾ, അതായത് റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്, അത് ഗുളികളായിട്ടായിരിക്കും, അതൊക്കെ തന്നെ മതിയാവും. അതല്ല ഈ അഗ്രസീവ് വേരിയൻ്റ് ആയിട്ടുള്ള ട്യൂമേഴ്സ് ആണെങ്കിൽ, ട്രിപ്പിൾ നെഗറ്റീവ് ട്യൂമേഴ്സ്, HER2 പോസിറ്റീവ് ആയിട്ടുള്ള അഡ്വാൻസ് സ്റ്റേജിലുള്ള ട്യൂമേഴ്സ് ആണെങ്കിൽ നമുക്ക് അവർക്ക് കീമോതെറാപ്പി വേണ്ടി വരും. അതുപോലെ റേഡിയേഷനും ഹോർമോൺ തെറാപ്പിയോ അല്ലെങ്കിൽ ടാർഗറ്റ് തെറാപ്പി, ഞാൻ നേരത്തെ HER2ൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതിനെ ടാർഗറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റും ഒക്കെ ആവശ്യമായിട്ട് വരും.
ഇപ്പോൾ ഒരു 15 ഇയേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഏജ് ഗ്രൂപ്പ് നമുക്കൊരു ബ്രസ്റ്റ് ഒരു ലംപ് കണ്ടു എന്ന് വിചാരിക്കാം. അപ്പോൾ അത് ആ ഒരു ഡ്യൂറേഷൻ പീരീഡ് പിന്നീട് നമുക്കത് ക്യാൻസർ ആണ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് പോകും. അപ്പോൾ ആ ഒരു ഡ്യൂറേഷൻ ഇത്ര ലോങ് ഡ്യൂറേഷൻ വരുമോ? ഇപ്പോൾ ഒരു 30-35 പിന്നീട് കണ്ട് അങ്ങനെ ഡ്യൂറേഷൻ ഉണ്ടാവുമോ? നമുക്ക് ബ്രസ്റ്റ് ട്യൂമർ എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് ക്യാൻസർ ആകണമെന്നില്ല. പൊതുവേ നമുക്ക് ഈ ചെറിയ പ്രായത്തിൽ ചെറിയ അഡോളസൻ ഫീമെയിൽസിലൊക്കെ നമുക്ക് ആ പീരീഡ്സ് വരുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന ബ്രസ്റ്റിൽ ട്യൂമേഴ്സ് കാണാറുണ്ട്. ആ ബ്രസ്റ്റ് ട്യൂമർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫൈബ്രോഡിനോമ അങ്ങനെയുള്ള കാറ്റഗറിയിലോട്ടാണ് വരുന്നത്. അത് നമുക്ക് പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു അൾട്രാസൗണ്ടിൽ കൂടി കൃത്യമായിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് കാണുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും ഇത് പ്രശ്നമില്ലാത്ത തരത്തിലുള്ള മുഴകളാണ്. അതിനെ നമ്മൾ ചിലർ സിംറ്റമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ കോസ്മെറ്റിക് പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സർജറി ചെയ്ത് അത് മാത്രമായിട്ട് റിമൂവ് ചെയ്യാറുണ്ട്. അത് ക്യാൻസർ ആകാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. പിന്നെ നമുക്ക് ലോങ് ടേം ഇപ്പം അങ്ങനെ ഇരുന്ന് ഉള്ള അതിൻ്റെ എവിഡൻസ് കുറവാണ്, നമുക്കതൊരു ക്യാൻസറായി മാറാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത്. ചിലർക്ക് കുറച്ചുകൂടി എൽഡർലി ഫീമെയിൽസിലാണെങ്കിൽ നമുക്ക് ഇൻസിറ്റു കാർസിനോമാസ് വരും, അതായത് നമുക്ക് അതിൻ്റെ ഒരു പ്രീമാലിന കണ്ടീഷനാണ്. അങ്ങനെയുള്ളത് ലോങ് ടേം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒരു മാലിഗ്നൻസി ആവാനുള്ള സാധ്യത ഉണ്ടാകാം. ഓക്കെ, ഇപ്പോൾ ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ഒരു പേഷ്യൻ്റ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? മീൻസ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ പേഷ്യൻ്റ് എന്താണ് ആ സ്റ്റേജ്, നമുക്ക് ട്രീറ്റ്മെൻറ്റ് എന്തായാലും വേണ്ടി വരും. ട്രീറ്റ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് മെയിനായിട്ട് നമുക്ക് ഈ ബയോപ്സിയും അതിനനുസരിച്ചിട്ടുള്ള ട്യൂമറിൻ്റെ എന്താണ് അഗ്രസീവ്നെസ് നോക്കിയിട്ടുള്ള ഒരു കാറ്റഗറൈസേഷൻ ഉണ്ടാവും. പിന്നെ എന്താണ് സ്റ്റേജ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ചികിത്സാ രീതികൾ നിൽക്കുന്നത്. അപ്പോൾ ചികിത്സാ രീതികൾ മെയിനായിട്ട് ഇതിൽ വരുന്നത് കീമോതെറാപ്പി വരാം, റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് വരാം, പിന്നെ നമുക്ക് ഹോർമോൺ പോസിറ്റീവ് ആണെങ്കിൽ ഹോർമോൺ ട്രീറ്റ്മെൻറ്റും, അതുപോലെ HER2 പോസിറ്റീവായിട്ടുള്ള അസുഖങ്ങളാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ടാർഗറ്റ് തെറാപ്പി എന്ന് പറയുന്നതും ഉണ്ടാകും. അപ്പോൾ ഓരോന്നിനും ഓരോ രീതിയിലായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ഒക്കെ ആയിട്ട് ആവശ്യമായിട്ട് വരുന്നത്. ചിലർക്ക് ഇമ്മ്യൂണോതെറാപ്പിയൊക്കെ ആവശ്യമായിട്ട് വരാം. കീമോതെറാപ്പി എടുക്കുമ്പം നമുക്ക് കീമോ എടുക്കുന്നതായിട്ടുള്ള കുറേ പ്രിക്കോഷൻസും കാര്യങ്ങളും അതിൻ്റെ സൈഡ് എഫക്റ്റും അതിനെ മാനേജ് ചെയ്യാനും അതിനൊക്കെ വെച്ച് പേഷ്യൻ്റ് കുറച്ച് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാനുണ്ട്. അത് ഓരോന്നും കുറച്ച് വാസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഈ കീമോതെറാപ്പി എന്ന് പറഞ്ഞല്ലോ മാഡം, അപ്പോൾ അത് ഇത്ര ടൈംസ് ചെയ്യണം അല്ലെങ്കിൽ ഇത്ര അങ്ങനെ ഒരു ഡ്യൂറേഷൻ നമുക്ക് പീരീഡ് ടൈം പറയാൻ പറ്റുമോ? ഉണ്ട്. നമുക്ക് ഓരോ സ്റ്റേജിനനുസരിച്ചിട്ടും അത് വ്യത്യാസപ്പെട്ടിരിക്കും. അതുപോലെ ഈ ഓരോ ട്യൂമർ ടൈപ്പിനനുസരിച്ചിട്ടും കീമോതെറാപ്പിയുടെ മരുന്നുകളിലും അതുപോലെ അതിൻ്റെ ഡോസിങ്ങിലും ഡ്യൂറേഷനിലും ഒക്കെ വ്യത്യാസം ഉണ്ടാകാം. നമുക്ക് ഈ ടാർഗറ്റ് തെറാപ്പി അല്ലെങ്കിൽ HER2 ടാർഗറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ട്യൂമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അഡ്വാൻസ് സ്റ്റേജ് ആണെന്ന് വെച്ചാൽ നമുക്കൊരു ട്യൂമർ ഒരു സ്റ്റേജ് 2 തൊട്ടുള്ള ട്യൂമേഴ്സിന് എല്ലാത്തിനും നമുക്ക് സർജറിക്ക് മുന്നേ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കീമോതെറാപ്പീൻ്റെ കൂടെ നമുക്ക് ഈ HER2 ബ്ലോക്കേഴ്സും കാര്യങ്ങളും വെച്ചുള്ള ട്രീറ്റ്മെൻറ്റും എടുക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ ട്രിപ്പിൾ നെഗറ്റീവ് ആണെങ്കിലും അതുപോലെ കുറച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ സർജറി പ്രൊസീഡ് ചെയ്യുന്നത്. അല്ലാതെയുള്ള ലോക്കലി അഡ്വാൻസ് ആയിട്ട് കുറച്ച് ഏർലി സ്റ്റേജുള്ള ഫേവറബിൾ ആയിട്ടുള്ള ട്യൂമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ സർജറി ആദ്യമേ ചെയ്യാൻ പറ്റും. ആ സർജറി ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള മൊത്തത്തിലുള്ള പത്തോളജിയും സ്റ്റേജിങ്ങും ആ ട്യൂമറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അനുസരിച്ചിട്ടായിരിക്കും ബാക്കി കീമോതെറാപ്പി വേണോ വേണ്ടെന്നുള്ളവരും ഡിസൈഡ് ചെയ്യുന്നത്. ചില ഗ്രൂപ്പുകൾക്ക് നമുക്ക് കീമോതെറാപ്പി അവോയ്ഡ് ചെയ്യാൻ പറ്റും, ചില ഗ്രൂപ്പുകൾക്ക് കീമോ കൊടുക്കേണ്ടി വരും. പക്ഷേ എന്നാലും നമുക്കത് റെഡ്യൂസ്ഡ് സൈക്കിൾസ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റും. ചിലർക്ക് മസ്റ്റായിട്ടും കീമോതെറാപ്പി ചിലപ്പോൾ 8 സൈക്കിൾ വരെയൊക്കെ എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ, ഇപ്പോൾ മാമിന് പേഷ്യൻസ് വരുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പോൾ ചിലവർ സപ്പോസ് ഇത് മിസ്സായി പോയിട്ടുണ്ടാവും കീമോതെറാപ്പി ചിലപ്പോൾ. അപ്പോൾ അത് ചിലപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട്, ഇപ്പോൾ ഒരു വട്ടം മിസ്സായി പോയി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ബാക്കിയുള്ള സ്റ്റെപ്പ് എന്നുള്ളത്? ഇനിഷ്യലി ഒരു പേഷ്യൻറ്റിനെ കിട്ടുമ്പോൾ തന്നെ മിക്കവാറുള്ള ഓങ്കോളജിസ്റ്റ് എല്ലാവരും എന്താണ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ, എന്തുകൊണ്ട് നമ്മൾ കീമോ എടുക്കണം, അതിൻ്റെ ആവശ്യകതകളെല്ലാം പേഷ്യൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പം കീമോ മിസ്സാവാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. പിന്നെ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് കീമോ എടുക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ഉണ്ടാകാം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നേക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ചിലപ്പോൾ കീമോ ഡിലേ ആയി പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊരു മിക്കവാറും ഉള്ള എല്ലാ കീമോതെറാപ്പിയും 3 വീക്സ് ഗ്യാപ്പ് അങ്ങനെയൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. ചിലപ്പോൾ നമുക്കത് എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെയാണ്, അതുകൊണ്ട് വലിയൊരു ഗ്യാപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കീമോ റെസ്യൂം ചെയ്ത് തന്നെ എടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു കീമോയുടെ കൂടെ നമുക്ക് മെഡിക്കേഷനും ഉണ്ട്, മീൻസ് മെഡിസിൻസ് നമുക്ക് മെഡിസിൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് കീമോ എടുക്കുമ്പം കീമോയുടെ കുറച്ച് അഡ്വേഴ്സ് ഇവൻറ്റ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ വോമിറ്റിംഗ് ഉണ്ടാക്കാം, ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കാം, അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ അതിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കീമോയുടെ കൂടെ കഴിക്കുന്ന കുറച്ച് മെഡിക്കേഷൻസ് ഉണ്ടാവും. അത് പേഷ്യൻസിന് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. പിന്നെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് ഈ ഹോർമോൺ ട്രീറ്റ്മെൻറ്റൊക്കെ പൊതുവേ നമ്മൾ കീമോതെറാപ്പി കഴിഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ റിയാക്ഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മീൻസ് ഈ കീമോയ്ക്ക് അതിൻ്റെതായ സൈഡ് എഫക്റ്റുകളുണ്ട്, ഇല്ലയെന്നല്ല. ഏത് മരുന്നാണോ എടുക്കുന്നത്, എന്ത് തരത്തിലുള്ള സ്റ്റേജാണ്, അതിനെല്ലാത്തിനെയും വ്യക്തമാക്കിക്കൊണ്ട് തന്നെ അത്
ബ്രസ്റ്റിന് എടുക്കുന്നതിലുള്ള എല്ലാ കീമോതെറാപ്പിക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഛർദിലും മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ നമുക്ക് കൗണ്ട് കുറഞ്ഞോ അല്ലെങ്കിൽ WBC കൗണ്ടാണ് കുറഞ്ഞോ എന്ന് ഉദ്ദേശിക്കുന്നത്, അത് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റിസ്ക്കും നിലനിൽക്കുന്നുണ്ട്. കീമോ എടുക്കുന്ന സമയത്ത് കഴിയുന്ന പേഷ്യൻസ് എന്താ ഈ പറഞ്ഞ പോലെ വൈറലായിട്ട് ഒരു ഇൻഫെക്ഷൻസിന് വരാണ്ടിരിക്കുന്നതാണ് നമുക്ക് ആ കീമോയുടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകാനും വലിയ അധികം കോംപ്ലിക്കേഷൻസിലോട്ടൊന്നും പോകാതിരിക്കുന്നതിന് എപ്പോഴും ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാകാൻ നോക്കുന്നതായിരിക്കും നല്ലത്. വന്നെന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല, നമുക്കത് ട്രീറ്റ് ചെയ്യുക എന്നുള്ള ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ. ഫുഡുമായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും ഉണ്ടോ? ഇത് ഫുഡ് നമുക്ക് ഇപ്പോൾ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഡയബറ്റിക് ഡയറ്റ് തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ നമുക്ക് പിന്നെ ഈ കീമോ എടുക്കുന്ന ദിവസങ്ങളിൽ കുറച്ച് വോമിറ്റിങ്ങോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു സോഫ്റ്റ് ഡയറ്റ് ആയിരിക്കും അഡ്വൈസ് ചെയ്യുന്നത്. കുറച്ചുകൂടി പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളായിരിക്കും നല്ലത്. പിന്നെ ആഹാരം എന്ത് വേണമെങ്കിലും കഴിക്കാം. പിന്നെ ഓരോ പേഴ്സണും സെപ്പറേറ്റ് ആയിരിക്കും ഡയറ്റ് പറയുന്നത്. ചിലർക്ക് കിഡ്നി ഡിസീസ് ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള മോഡിഫിക്കേഷൻ വേണം, ഡയബറ്റിക് മോഡിഫിക്കേഷൻ ഉണ്ടാകും. കാർഡിയക് ഡിസീസ് ഉണ്ടെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ഒക്കെ ആയിരിക്കും ആ ഒരു മോഡിഫിക്കേഷൻ വരുന്നത്. ഒരു ഓവറോൾ നമുക്കൊരു പേഷ്യൻറ്റിനോട് എന്താ മാമിൻ്റെ ഒപ്പീനിയൻ മീൻസ് ഇങ്ങനെ വന്നാൽ എന്തൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയാം? നമുക്ക് കീമോതെറാപ്പി എടുക്കുന്ന പേഷ്യൻസിനോട് കുറച്ച് ഉപദേശങ്ങളുണ്ടാവും. അതുപോലെ റേഡിയേഷൻ എടുക്കുന്നവർക്കും ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്കും ഓരോ ട്രീറ്റ്മെൻറ്റിനും ഓരോരോ കാര്യങ്ങളുണ്ടാവും. അപ്പം കീമോ എടുക്കുന്നവർക്കാണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഭക്ഷണത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടാവും. പിന്നെ എന്തൊക്കെ നമുക്ക് ആൻറ്റിസിപ്പേറ്ററി എന്തൊക്കെ സൈഡ് എഫക്റ്റ് വരും എന്നുള്ളത് പേഷ്യൻ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്ക് എന്താണ് ബുദ്ധിമുട്ടെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് മരുന്നിൻ്റെ ഡോസിൽ വ്യത്യാസം വരുത്തുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് കൗണ്ട് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള ഇഞ്ചക്ഷൻസ് ആഡ് ചെയ്യുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വരുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഈ മുടി കൊഴിച്ചിൽ തന്നെയുള്ള കാര്യങ്ങളെല്ലാം ആദ്യമേ തന്നെ പേഷ്യൻറ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് അതിനുള്ള ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടും കൂടി ചേർത്തിട്ടായിരിക്കും ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഇനിഷ്യലി തൊട്ടേ പ്ലാൻ ചെയ്യേണ്ടത്. പിന്നെ റേഡിയേഷൻ എടുക്കുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള റേഡിയേഷൻ പൊതുവേ നമുക്ക് കീമോതെറാപ്പിൻ്റെ അത്രയും തന്നെ നമുക്ക് പേഷ്യൻറ്റിന് ഒരു ടോക്സിക് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ നമുക്ക് അഡ്വാൻസ് ആയിട്ടുള്ള മെഷീൻസും കാര്യങ്ങളും വരുന്നതുകൊണ്ട് പൊതുവേ കാണുന്ന ടോക്സിറ്റീസും കാര്യങ്ങളും എല്ലാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതെല്ലാം കുറവാണ്. ഇങ്ങനത്തെ ഒരു പേഷ്യൻസ് നമ്മൾ ഭയങ്കര എന്താ പറയുക മൂഡ് ഓഫ് അല്ലെങ്കിൽ ഇമോഷണലി അവർ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമുക്ക് ഇനിഷ്യലി ഒരു ഡയഗ്നോസ് ചെയ്യുന്നു, അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഒരു ഓവറോൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സപ്പോർട്ടോട് കൂടെ തന്നെ ആയിരിക്കണം. ഇപ്പോഴത്തെ നമ്മുടെ ഒരു വേൾഡ് ക്യാൻസർ ഡേയുടെ മെസ്സേജ് തന്നെ നമുക്ക് ഒരു മെൻ്റൽ സപ്പോർട്ടും കൂടി ഈ പേഷ്യൻ്റെ ഫുൾ ട്രീറ്റ്മെൻറ്റ് പേഷ്യൻ്റ് മാത്രമല്ല ഓരോ പേഷ്യൻ്റ് സെൻട്രിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ മെൻ്റൽ സപ്പോർട്ടും അവരുടെ മാത്രം മെൻ്റൽ സപ്പോർട്ട് മാത്രമല്ല നമ്മുടെ ഫാമിലിയും അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെയും ഇത് ക്യൂറബിൾ സിറ്റുവേഷൻ ആണെങ്കിൽ അത് ക്യൂറബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യകത എന്താണ്, ഇതെല്ലാം നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ട്രീറ്റ്മെൻറ്റിൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാക്കാറില്ല. അവരുടെ ആ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വരുന്നതും വരേണ്ട ആവശ്യകതയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ മിക്കവാറും ഉള്ള എല്ലാ പേഷ്യൻസും കൃത്യമായിട്ട് തന്നെ ചികിത്സ എടുക്കാറുണ്ട്. അവിടെ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഇപ്പോൾ ഈ ഒരു 3rd സ്റ്റേജിലാണ് ആ പേഷ്യൻ്റ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് പുറമേ കാണുന്നവർക്ക് അത് അറിയാൻ പറ്റുമോ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ആ മാറ്റങ്ങൾ ഫീൽ ചെയ്യുമോ, എങ്ങനെയാണ് അതിനെക്കുറിച്ച്? 3rd സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ബ്രസ്റ്റിലൊരു ട്യൂമർ ഉണ്ടാകാം. അത് കഴലകളെന്ന് പറഞ്ഞാൽ അതേ സൈഡിലുള്ള കക്ഷത്തിലെ കഴലകളോട്ട് ബാധിച്ചേക്കാം. അത് 3rd സ്റ്റേജാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ട്യൂമറിൻ്റെ സൈസ് ഒരു 5 സെൻറ്റിമീറ്റർ കൂടുതലുള്ള ട്യൂമേഴ്സ് ആണെങ്കിൽ അതൊരു 3rd സ്റ്റേജ് ആയിരിക്കാം. അപ്പോൾ അത് നമുക്ക് പ്രത്യേകിച്ച് പുറമേ നിന്ന് നോക്കുമ്പോൾ ആ രോഗിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ബ്രസ്റ്റിൽ ട്യൂമർ ഉള്ളതും കക്ഷത്തിൽ കഴലുള്ളതും പേഷ്യൻറ്റിന് മാത്രമേ അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയത്തില്ല. അപ്പം അത് അങ്ങനെ പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണിക്കണമെന്നില്ല. രോഗലക്ഷണങ്ങൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ കാണുന്ന രോഗലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. പേഷ്യൻറ്റിന് പക്ഷേ മനസ്സിലാവും ഇവിടെ ഒരു തടിപ്പുണ്ട്, അതുപോലെ ആക്സിലയിലൊക്കെ തടിപ്പുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവും. നമുക്ക് ഈ 4ാമത്തെ സ്റ്റേജിലാണ് ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഡിസ്റ്റൻസ് സൈറ്റിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നത്, അതായത് ലങ്സിലോട്ടോ ബോൺസിലോട്ടോ. ഇപ്പം ബോൺസിലോട്ടൊക്കെ സ്പ്രെഡ് ചെയ്താൽ നമുക്ക് ബാക്ക് പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. പിന്നെ ബോൺ മാരോയിലോട്ടൊക്കെ സ്പ്രെഡ് ചെയ്യുമ്പോൾ കൗണ്ട് കുറയുക, അങ്ങനെ ഇൻഫെക്ഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ബോൺ ഫ്രാക്ചേഴ്സൊക്കെ ഉണ്ടാകാം. വേറെ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ലങ്സിലോട്ട് സ്പ്രെഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശ്വാസം മുട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകും. നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എക്സേഷണൽ ആയിട്ടുള്ള ശ്വാസം മുട്ടലായിരിക്കും ഉണ്ടാകുന്നത്. ചിലർക്ക് ഈ ഫ്ലൂയിഡൊക്കെ കെട്ടിയിട്ടുള്ള ശ്വാസം മുട്ടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ലിവർ ഡിസീസൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലർക്ക് വയറൊക്കെ വീർത്ത് വരാം. പിന്നെ വിശപ്പില്ലായ്മ, വെയിറ്റ് കുറയുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകും. ബ്രെയിൻ മെഡ്സ് എന്ന് വെച്ചാൽ തലച്ചോറിലോട്ടേക്ക് സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവത്തിലേക്ക് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. ചിലർക്ക് തലവേദന, ഛർദ്ദിൽ അങ്ങനെയുള്ള രോഗലക്ഷണങ്ങളായിട്ട് വരാം. ഇതൊക്കെ ഏർലി സ്റ്റേജിൽ, അതായത് ചെറിയ രീതിയിലുള്ള സ്പ്രെഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പൊതുവേ പുറമേ രോഗലക്ഷണങ്ങളൊന്നും തന്നെ കാണിക്കണമെന്നില്ല.
അഡ്വാൻസ് ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ ഈ സമയത്ത് പെയിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ്, എത്രത്തോളം അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമോ, അത് എങ്ങനെയാണ് ആ പെയിനിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി? പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ പെയിനും ഉണ്ട്, മെൻ്റൽ പെയിനും ഉണ്ട്. അത് രണ്ടും രണ്ടാണ്. നമുക്ക് ഫിസിക്കൽ പെയിൻ മെയിനായിട്ട് ഇങ്ങനത്തെ പേഷ്യൻസിന് വരുന്നത്, ചിലർക്ക് നമുക്ക് വലിയ രീതിയിൽ ബ്രസ്റ്റിലെ ട്യൂമറൊക്കെ അങ്ങ് വലുതായിട്ട് അവിടെ അൾസറേറ്റ് ചെയ്യാം. മുറിവുണ്ടായി കഴിയുമ്പോഴത്തേക്കും ആ ഒരു വേദന ഉണ്ടാവും. പിന്നെ അതുപോലെ അത് കുറച്ചുകൂടി താഴെ നമുക്ക് റിബ്സ് ഉണ്ട്. റിബ്സും അതിൻ്റെ അടുത്തൂടെ നെർവ്സൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിനകത്തോട്ടൊക്കെ വരുമ്പോഴും ആ റിബ് കേജിലൊക്കെ ഇൻവോൾവ് ചെയ്യുമ്പോഴും ബോണിലോട്ട് വരുമ്പോഴത്തേക്കൊക്കെ നന്നായിട്ട് പെയിൻ ഉണ്ടാവും. പിന്നെ ഇത് ലോക്കൽ കാര്യങ്ങളുകൊണ്ടാണ്. പിന്നെ ഈ ഡിസീസ് നമുക്ക് ഏതെങ്കിലും ഭാഗത്തോട്ട് സ്പ്രെഡ് ചെയ്യുന്നത്, ഇപ്പോൾ നട്ടലിലൊക്കെയാണ് കൂടുതലായിട്ടും സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നടുവേദന അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവാം. പിന്നെ ഏതെങ്കിലും എല്ലിലോട്ട് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ഫ്രാക്ചറൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പെയിനും കാര്യങ്ങളും കൂടുതലായിട്ടുണ്ടാകും. ഇത്രയാണ് ഇതിൻ്റെ പെയിനിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ. മെൻ്റൽ പെയിൻ നമുക്ക് ഡിസീസ് ഉണ്ട്, അങ്ങനെ അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും ആ എല്ലാ കാര്യങ്ങളും കൂടെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഒരു പ്രോപ്പർ കൗൺസിലിംഗ് തന്നെ ഈ പേഷ്യൻറ്റിന് കൊടുക്കുന്നത് നല്ല എഫക്റ്റീവ് നമ്മുടെ ഈ ക്യാൻസർ ചികിത്സ എന്ന് പറയുമ്പോൾ കീമോ, റേഡിയേഷൻ, ഇമ്മ്യൂണോതെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം ഇതാണ്. അതിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും ഒരു സൈക്കോളജിസ്റ്റ്, നമുക്ക് ആ ഒരു കൗൺസിലിംഗ്, ആ സൈക്കോളജിക്കലി ആസ്പെക്റ്റും കൂടി കവർ ചെയ്തിട്ടാണ് മിക്കവാറും എല്ലാ ഹോസ്പിറ്റലുകളിലും അതിന് ഒരു സൈക്കോളജിസ്റ്റും കൂടി ഉണ്ടായിരിക്കും. ഇവരുടെ ഡയറ്റും അതുപോലെ ഡയറ്റീഷ്യൻ ഉണ്ടാവും, ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതും കൂടി ഫോളോ ചെയ്തിട്ടായിരിക്കും ട്രീറ്റ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. അവർ കൂടുതലായിട്ടും മെൻ്റൽ സപ്പോർട്ട്, നമ്മൾ ഫാമിലിയിൽ നിന്നൊരു സപ്പോർട്ട് നമ്മൾ നൽകണം എന്നുള്ളതാണ് കൃത്യമായിട്ട് മാം പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ എന്തൊക്കെയാണ് സ്റ്റേജസും എന്നുള്ളതും എങ്ങനെ നമ്മൾ അത് ഓവർകം ചെയ്യണം എന്നുള്ള കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് മാം പറഞ്ഞു തന്നു. താങ്ക് യു മാം.